വെൽക്കം. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇച്ചിരി നാളായി വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട്, വേറെ ഒന്നും കൊണ്ടല്ല, ചെറിയ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഒരു യാത്രയിലാണ്. അപ്പോൾ ഞാൻ പോകുന്നത് എൻ്റെ കുടുംബക്ഷേത്രത്തിലേക്കാണ്. അപ്പോൾ ഇത് ഇരിക്കുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള നല്ലിക്കുഴി മൈലമൂട് എന്ന് പറയുന്ന സ്ഥലത്താണ്. നെടുമങ്ങാട് ആ ഒരു ഭാഗത്താണ്. അപ്പോൾ രാവിലെ നേരത്തെ ഇറങ്ങിയത് കൊണ്ട് തന്നെ മക്കൾക്ക് രാവിലെ ഫുഡൊന്നും ഒരു നേരെ കഴിച്ചില്ല. അപ്പോൾ ഞങ്ങൾ വഴിയിൽ തന്നെ ഒരു തട്ടുകടയിൽ ഇറങ്ങി ചായയും വാഴയ്ക്കപ്പൊക്കെ കഴിച്ചു. മക്കളും കഴിച്ചു. ഇളയാൾ കുറച്ചേ കഴിച്ചുള്ളൂ, നല്ലവർ കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്തൂടെയൊക്കെയാണ് നമ്മൾ പോയത്. ചെറിയ വഴികളൊക്കെയാണ്, റോഡൊന്നുമല്ല. കുറച്ച് ബിസി അല്ലാത്ത റോഡ് വഴിയാണ് പോയത്. പക്ഷേ സ്റ്റിൽ നമുക്ക് വഴി തെറ്റി. ഞങ്ങൾ കുറേ കറങ്ങി തിരിഞ്ഞു. ഞങ്ങൾ ലേറ്റായി അവിടെ എത്തിയപ്പോഴത്തേക്കും, അമ്പലത്തിലെത്തിയപ്പോഴത്തേക്കും. അമ്പലത്തിൽ ഇന്ന് 4-ാം ദിവസമാണ് ഉത്സവത്തിൻ്റെ. അത് 4-5 ദിവസത്തെ ഉത്സവം മാത്രമേ അവിടെ ഉള്ളൂ. ഇന്ന് അമ്പലത്തിൽ പൊങ്കാലയാണ്. അപ്പോൾ ഇന്ന് അവസാന ദിവസമാണ്. അപ്പോൾ പൊങ്കാലയും കൂടെ ആയതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി നേരത്തെ എത്തണമെന്ന് കരുതി. പക്ഷേ ഞങ്ങൾക്ക് വഴി തെറ്റിയത് കാരണം ഞങ്ങൾ നല്ലപോലെ ലേറ്റായി. അപ്പോൾ അമ്മയും അമ്മയുടെ ഫാമിലിയിലുള്ളവരും എല്ലാവരും രാവിലെ തന്നെ പോയിട്ടുണ്ട്. കുഞ്ഞമ്മയും ഒക്കെ അവരെല്ലാവരും പൊങ്കാല ഇടുന്നുണ്ട്. അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് വരുന്ന വഴി ഉണ്ടെങ്കിലും ഞങ്ങൾ വഴി തെറ്റിയത് കാരണം ഈ റബ്ബറിൻ്റെ ഈ ഒരു വഴിയിലൂടെയൊക്കെയാണ് ഞങ്ങൾ എത്തിയത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് നടക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ നടക്കുന്ന റോഡ് അമ്പലത്തിൻ്റെ പുറകുവശത്തിലാണ് ചെന്ന് കയറാൻ പോകുന്നത്. ഞങ്ങളിവിടെ വർഷത്തിലൊരിക്കൽ മാത്രമേ, ഉത്സവത്തിന് മാത്രമേ ഇങ്ങോട്ട് വരാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വഴികളൊന്നും അത്ര ക്ലിയർ അല്ല. മെയിൻ റോഡുണ്ട്, ബസ് വരുന്ന റൂട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ വണ്ടിയിലിങ്ങനെ വന്നത് കാരണം കുറേ ഇടവഴികളിലൂടെയൊക്കെ കയറിയിട്ടാണ് എത്തിയത്. അപ്പോൾ ഞങ്ങളിത് അമ്പലത്തിലേക്ക് ഇങ്ങനെ പോകാനായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു തനി നാട്ടുംപുറമാണ് കേട്ടോ, കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കോവിലിൻ്റെ പുറകുവശത്തേക്ക് എത്തിയിട്ടുണ്ട്. ആ കാണുന്നതാണ് നമ്മുടെ അമ്പലം. നമ്മൾ അമ്പലത്തിൻ്റെ മുൻവശത്തൂടെയാണ് വരുന്നതെങ്കിൽ ഈ കാണുന്ന വഴിയിലൂടെയായിരുന്നു നമ്മൾ വരേണ്ടത്. ഇതാണ് നമ്മുടെ മൈലമൂട് ഭദ്രകാളി ദേവീക്ഷേത്രം. അപ്പോൾ ഇത് ആദ്യം ഒരു അമ്പലത്തിൻ്റെ രൂപത്തിലൊന്നും ആയിരുന്നില്ല, തെക്കതുപോലെയായിരുന്നു. ഇപ്പോൾ ഒരു അമ്പലം പോലെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മേളവും പൂജയും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് പൊങ്കാലയുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ ഇന്ന് പൊങ്കാലയാണെന്ന്. അപ്പോൾ ആ പൊങ്കാലയൊക്കെ ഇട്ടിട്ട് നിവേദ്യത്തിനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്. നിവേദ്യം കഴിഞ്ഞ ഉടനെ തന്നെ അവിടെ സദ്യ ഉണ്ടായിരുന്നു, അന്നദാനം. അപ്പോൾ അതും ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ കഴിച്ചു. ഞങ്ങളും അന്ന് അവിടെ നിന്ന് തന്നെയാണ് ഫുഡ് കഴിച്ചത്. പ്രഭാത ഭക്ഷണം ഉണ്ടായിരുന്നു. ഈ കാണുന്നതെല്ലാം എൻ്റെ മാമി, വല്യമ്മ, പിന്നെ ചേട്ടൻ്റെ വൈഫ്, കുഞ്ഞമ്മ, അമ്മ, ചേച്ചി, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്തു അവിടെ. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് ഇരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഇനി നമുക്ക് ഇവിടെയുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ പോവാം. അപ്പോൾ ഇത് നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ഭാഗമാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭാഗമാണ്. ചെറിയൊരു പാറയും ചാലും, വെള്ളം പോകുന്ന ചെറിയ ചാലുകളില്ലേ, അതൊക്കെ ഉണ്ട് ഇവിടെ. നല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. വീഡിയോ ക്ലാരിറ്റി കുറവാണെന്നറിയാം, എങ്കിലും ഞാനത് കാണിക്കുകയാണ്. രേണു രന രന
ഇന്ന് ഉത്സവത്തിൻ്റെ അവസാന ദിവസം ആയതുകൊണ്ട് തന്നെ ദേവിയെ പുറത്തെഴുന്നള്ളിക്കലുണ്ട്. അപ്പം ഞങ്ങൾ വൈകുന്നേരത്ത് വന്ന് അമ്പലത്തിലൊക്കെ തൊഴുതിട്ട് അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ദാ അമ്മയെ പുറത്തേക്ക് ഇറക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു തേരിലാണ് പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആലങ്കോട് എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് താലപ്പൊലിയും മറ്റുമായിട്ടാണ് ഘോഷയാത്ര തിരിച്ചമ്പലത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ അത് ഒത്തിരി ലേറ്റായി, ഒരു 12:30-1 മണി വരെയൊക്കെ ആയി രാത്രി. അപ്പോൾ ഞങ്ങൾ കണ്ട ഉടനെ തന്നെ തിരിച്ച് പോന്നു. പിന്നെ രാത്രിയൊന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോൾ എല്ലാവരും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് പുതിയ വീഡിയോസ് വരുന്നുണ്ട്. നമ്മുടെ ഐഷുമോളുടെ മുട്ടയടിച്ച വീഡിയോ, പഴനിയിൽ പോയിട്ട് മുട്ടയടിച്ച വീഡിയോ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും വീഡിയോയുമായിട്ട് കാണാം, പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെ ബൈ.